ഹായ് ഓൾ. വരുന്ന LP UP എക്സാമിലേക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എഡ്ഫിൽ ലേണിംഗ് നടത്തുന്ന ഒരു വെബിനാറാണിത്. എൻ്റെ പേര് ഷിബിലി. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LP UP എക്സാമിൻ്റെ സയൻസ് അല്ലെങ്കിൽ അടിസ്ഥാന ശാസ്ത്ര മേഖലയിൽ നിന്നും വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാമല്ലേ, ഈ ഒരു സയൻസ് മേഖല എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ്: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പോൾ ഈ 3 ഭാഗത്തു നിന്നും ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓരോ വർഷവും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം മാറിക്കൊണ്ടിരിക്കും ഓരോ സെക്ഷൻ. ചില സമയത്ത് ബയോളജിയിലായിരിക്കും കൂടുതൽ വെയിറ്റേജ്, ചില സമയത്ത് ഫിസിക്സ് എന്നായിരിക്കും, ചിലപ്പോൾ കെമിസ്ട്രി എന്നായിരിക്കും. എല്ലാ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സിലബസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ നിന്നും ലോഹങ്ങൾ, അലോഹങ്ങൾ, അതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഫിസിക്സിൽ നിന്നുമുണ്ട് ചലന നിയമങ്ങൾ, അങ്ങനെ കാന്തികത, കാഴ്ച, അങ്ങനെ ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ബയോളജിയിൽ നിന്നുമുണ്ട് ഈ പരിസ്ഥിതി, കൃഷി, പിന്നെ നമുക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇങ്ങനെ പഠിക്കുന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബേസിൽ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് വളരെ കുറച്ച് പഠിച്ചാൽ മതി. അത് മാത്രമല്ല, നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. കുറേ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ കുറേ ഭാഗങ്ങൾ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. കുറേ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ കുറേ ടൈമാണ് വേസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ കുറേ പ്രീവിയസ് ഇയേഴ്സിൽ ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ലൈവ് സെഷനിലേക്ക് പോകാം. എല്ലാവരെയും ഞാൻ ഈ ഒരു സെഷനിലേക്ക് ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യുവാണ്. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നും ചോദിച്ചിട്ടുള്ള, രസതന്ത്രത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കെമിക്കൽ വോൾക്കാനോ എന്നറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: അമോണിയം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പൊട്ടാസ്യം ക്രോമേറ്റ്. നമ്മൾ എപ്പോഴും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്കറിയാലേ, PSC പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരണാത്മക രീതിയിലേക്കൊക്കെ നമ്മുടെ എക്സാം പോകുന്നുണ്ട്. അപ്പം ഫുള്ളായിട്ട് പഠിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ SCERT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ആണ് നമുക്ക് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്. സോ അതും കൂടി എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്ത് പോകണം. അതായത് കൃത്യമായിട്ട് നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ കൂടി പഠിക്കാതെ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് എക്സാംസ് ഇനി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും എന്ത് ചെയ്യണം, പ്രിപ്പയർ ആയിരിക്കണം. കാരണം ഓരോ സമയത്തും PSC ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പതറി പോകാൻ പാടില്ല. നമ്മൾ എത്രയായാലും നമ്മൾ ഒരു നീണ്ട കാലത്തേക്കൊരു പ്രോസസ്സിലേക്ക് എൻഗേജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം നല്ലതാക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ വോൾക്കാനോ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ്. ആൻസർ അമോണിയം ഡൈക്രോമേറ്റ് ആണ് കേട്ടോ. ഓറഞ്ച്, റെഡ് കളറിലൊക്കെ ഉള്ള ഒരു കെമിക്കലാണ്. അപ്പം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അമോണിയം ഡൈക്രോമേറ്റ് ആണ്. അടുത്തത്, കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ്റെ അളവ് എത്രയാണ്? കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ്റെ അളവ് നമുക്കറിയാലേ, ജലത്തിൽ പലതരത്തിലുള്ള കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഫ്ലൂറിൻ എന്ന് പറയുന്നത്, ഫ്ലൂറിൻ്റെ കളർ നമുക്കറിയാലേ, ഏകദേശം മഞ്ഞ കലർന്ന ഒരു പച്ച നിറമാണ് ഫ്ലൂറിൻ്റെത്. ഫ്ലൂറിൻ്റെ അളവ് വെള്ളത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരും. ബോൺ ഡാമേജ്, മസിൽ ഡാമേജ്, നമ്മുടെ ടീത്ത്, പല്ലിനൊക്കെ ഒരുപാട് ഹാനികരമാണ്. അപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഏതാണെന്നാണ്. ഓപ്ഷൻസ്: 1.7 ppm, 1.5 ppm, 2 ppm, 1 ppm. അങ്ങനെ ppm എന്ന് പറഞ്ഞാൽ പെർ ലിറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. പെർ ലിറ്ററിലാണ് നമ്മൾ ഈ ppm കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഫ്ലൂറിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ppm. അതിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമാണ്. അതുപോലെ തന്നെ കുറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മളെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത്. അടുത്തത്, ക്ലോറോഫില്ലിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണെന്നാണ്. ഓപ്ഷൻസ്: മാംഗനീസ്, നൈട്രജൻ, മാഗ്നീഷ്യം, പൊട്ടാസ്യം. Mn, N, Mg, K. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. അപ്പോൾ പീരിയോഡിക് ടേബിളൊക്കെ പഠിക്കുന്ന സമയത്ത് മൂലകങ്ങളുടെ, വാതകങ്ങളുടെയൊക്കെ ഫുൾ നെയിം ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഇതിൽ മാംഗനീസ് ആണ് കറക്റ്റായിട്ട് വരുന്ന
ആൻസർ. മഗ്നീഷ്യമാണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, നമ്മുടെ സസ്യങ്ങൾക്ക് ഹരിതകം കൊടുക്കുന്ന ഒരു വർണ്ണവസ്തുവാണ്. ഈ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയിലും അതുപോലെ അവിടെ നിറം നൽകുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ടുള്ള മൂലകം എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. അടുത്തത് സോഡിയം അസറ്റേറ്റും സോഡാ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന വാതകം ഏതാണ്? രാസപ്രവർത്തനം അല്ലെങ്കിൽ രാസമാറ്റങ്ങൾ, രാസബന്ധനം എന്നൊക്കെ ഉള്ളൊരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതിൽ ഓപ്ഷൻസ് അസറ്റിലിൻ, ഈതെയിൻ, മീതെയിൻ, എഥിലിൻ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് മീതെയിൻ ആണ് കേട്ടോ. CH4 എന്ന് പറയുന്ന മീതെയിൻ ആണ്. അപ്പം മീതെയിൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ മീതെയിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, അത് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നതിനൊക്കെ കാരണമാകുന്ന ഒരു വാതകമാണ് മീതെയിൻ എന്ന് പറയുന്നത്. ഈ പെയിൻറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് CFC അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എയർ കണ്ടീഷൻ, അതിൽ നിന്നൊക്കെയാണ് ഈ മീതെയിൻ. അതുപോലെ നമ്മുടെ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോഴൊക്കെയാണ് മീതെയിൻ കൂടുതലായിട്ട് പുറത്തു വരുന്നത്. ഓക്കെ, അപ്പം സോഡിയം അസറ്റേറ്റും സോഡാ ലൈമും ചേർത്ത് ചൂടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാതകം എന്ന് പറയുന്നത് മീതെയിൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, അലൂമിനിയത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള അയിര് താഴെ പറയുന്നവയിൽ ഏതാണ്? ഗലീന, കലാമിൻ, ബോക്സൈറ്റ്, കാൽസൈറ്റ്. അങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ അലൂമിനിയം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ അറിയാം, ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. ബോക്സൈറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഈ ഒരു ബോക്സൈറ്റ് ആണ് നമ്മൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ, മെക്കാനിക്കൽ ഇൻഡസ്ട്രീസിലൊക്കെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു അയിര് കൂടിയാണ് കേട്ടോ ഇത്. അലൂമിനിയം സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അലൂമിനിയം പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ്. ഓപ്ഷൻസ് മാർച്ച് 8, ഫെബ്രുവരി 28, മെയ് 13, മാർച്ച് 15. ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി 28-നാണ് കേട്ടോ. ഫെബ്രുവരി 28-നാണ്. ഈ ഒരു സെക്ഷൻ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ബയോളജിയിൽ നിന്നും ദേശീയ ക്ഷയ ദിനം ഏത്, പോളിയോ ദിനം ഏത്, വാക്സിൻ, അങ്ങനെ കുറേ ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം പഠിച്ചു വയ്ക്കാം. അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്ലോറിൻ, ഹീലിയം, ബ്രോമിൻ, ഫോസ്ഫറസ്. ഓപ്ഷൻസ് ക്ലോറിൻ, ഹീലിയം, ബ്രോമിൻ, ഫോസ്ഫറസ്. ഇതിൽ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം ഏതാണെന്നാണ്. ഏതാണ്? ബ്രോമിൻ ആണ് കേട്ടോ. ബ്രോമിൻ ആണ് ഈ ഒരു അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം. അടുത്ത ക്വസ്റ്റ്യൻ, കൽക്കരിയിൽ പെടാത്ത ഇനം താഴെ പറയുന്നവയിൽ ഏതാണ്? പീച്ച്, ഗ്രാഫൈറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്. കൽക്കരിയിൽ പെടാത്ത, ഇത് നമ്മൾ 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ കൽക്കരി എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് താഴെ പറയുന്നവയിൽ? ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് അല്ലേ. ബാക്കിയെല്ലാം കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പീച്ച്, അതുപോലെ ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ് ഒക്കെ എന്താണ്? കൽക്കരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ്, കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം എന്താണ്? ഇപ്പോൾ രാസസൂത്രം പീരിയോഡിക് ടേബിൾ പഠിക്കുന്ന സമയത്ത് തന്നെ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന അറ്റോമിക് നമ്പർ പഠിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവയുടെ രാസസൂത്രങ്ങൾ അല്ലെങ്കിൽ രാസനാമങ്ങളൊക്കെ അറിയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ അയിര് പഠിച്ചു, അതുപോലെ ഇരുമ്പിൻ്റെ അയിരും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓപ്ഷൻസ് NaOH2, NaO, CaCO3, NaOH. ഇതിലേതാണ് കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം? ഏതായിരിക്കും? NaOH ആണ് കേട്ടോ കാസ്റ്റിക് സോഡയുടെ രാസസൂത്രം. അടുത്തത്, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ചെമ്പ്, ഇരുമ്പ്, കാൽസ്യം, സോഡിയം. ഇതിലേതിലാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? ഏതിലായിരിക്കും? ഇരുമ്പിലാണ് കേട്ടോ. ഇരുമ്പിലാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അടുത്തത്, ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ എത്ര? ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആറ്റോമിക സംഖ്യ എത്രയാണെന്നുള്ളത് ഓപ്ഷൻ എ 15, ഓപ്ഷൻ ബി 16, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി 18. ഇതിലേതാണ് ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ? ഏതാണ്? 17 ആണ് കേട്ടോ. അപ്പം നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്പേഴ്സ് വരുന്ന സമയത്ത് അടുത്തടുത്ത നമ്പർ വരുമ്പം തെറ്റിപ്പോകാൻ പാടില്ല കേട്ടോ. ഒരു കോഡൊക്കെ വെച്ചിട്ട് വേണം ഈ ആറ്റോമിക സംഖ്യ പഠിക്കാൻ വേണ്ടിയിട്ട്. അടുത്തത്, അമോണിയയുടെ രാസസൂത്രം എന്ത്? NH3, H2O3, C2H6, C6H6. ഇതിൽ അമോണിയയുടെ രാസസൂത്രം
എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ NH3 ആണ് അമോണിയയുടെ രാസസൂത്രം. അടുത്ത ക്വസ്റ്റ്യൻ, വജ്രം ഏത് മൂലകത്തിന്റെ രൂപാന്തരമാണ്? വജ്രം അല്ലെ ഏറ്റവും കൂടുതൽ കാഠിന്യമേറിയ വസ്തുവാണ് വജ്രം എന്ന് പറയുന്നത്. അത് ഏത് മൂലകത്തിന്റെ രൂപാന്തരം മൂലമാണ് രൂപപ്പെട്ടിട്ടുള്ളത്? സൾഫർ, സിലിക്കൺ, കാർബൺ, ഹീലിയം. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഓർത്ത് നോക്കി, കാർബൺ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാർബണിന്റെ രൂപാന്തരമാണ് നമ്മൾ വജ്രമായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പൊട്ടാസ്യത്തിന്റെ രാസ പ്രതീകമാണ് കേട്ടോ. പൊട്ടാസ്യത്തിന്റെ രാസ്യ പ്രതീകം എന്താണെന്നാണ്. അതായത് നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ ഓരോ മൂലകങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ആണ്. ഓപ്ഷൻ എ K, ഓപ്ഷൻ ബി P, ഓപ്ഷൻ സി PT, ഓപ്ഷൻ ഡി AG. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സയൻസ് മേഖലയിൽ നിന്ന് അല്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്ന സമയത്തൊക്കെ P വരുമ്പോൾ പൊട്ടാസ്യം എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പൊട്ടാസ്യത്തിൻ്റെ K ആണ് അതിൻ്റെ രാസ പ്രതീകം, അല്ലെങ്കിൽ നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് K എന്നാണ് കേട്ടോ. പൊട്ടാസ്യത്തിൻ്റെത് K ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുമ്പ് ഉരുകുന്ന താപനില. ഇരുമ്പ് ഉരുകുന്ന താപനില 140 ഡിഗ്രി സെൽഷ്യസ്, 240 ഡിഗ്രി സെൽഷ്യസ്, 1400 ഡിഗ്രി സെൽഷ്യസ്, 2400 ഡിഗ്രി സെൽഷ്യസ്. ഇതിൽ ഇരുമ്പ് ഉരുകുന്ന താപനില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1400 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ആൻസർ വരുന്നത്. 1400 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരുമ്പ് ഉരുകുന്നത്. അതുപോലെ വെള്ളം തിളയ്ക്കുന്ന താപനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിലേതെന്ന് പറയുന്നത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം ഇതുപോലെ ഉരുകുന്ന താപനില അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള എനർജി ലെവൽ ഉള്ളത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തത്, വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതാണ്? വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ കറുത്തീയം ചെമ്പ്, വെളുത്തീയം ചെമ്പ്, വെളുത്തീയവും വെള്ളിയും, കറുത്തീയവും വെള്ളിയും. ഇതിൽ ഏതാണ് വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന 2 ലോഹങ്ങൾ? പ്രധാനമായും വെളുത്തീയും ചെമ്പും ആണ് കേട്ടോ വെങ്കലത്തിൽ കൂടുതലായിട്ടുള്ളത്. ചെമ്പാണ് ഏറ്റവും കൂടുതൽ, അതുപോലെ വെളുത്തീയും, രണ്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്ന 2 ലോഹങ്ങൾ. അടുത്തത്, ബെൻസീൻ്റെ രാസസൂത്രം എന്താ? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഒരുപാട് പീരിയോഡിക് ടേബിൾ ആ ഒരു സെക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ബെൻസീൻ്റെ രാസസൂത്രം എന്ത്? C2H6, C6H6, C3H6, അതുപോലെ C2H2. ഇതിൽ ഏതാണ് ബെൻസീൻ്റെ രാസസൂത്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി C6H6 ആണ് കേട്ടോ ബെൻസീൻ്റെ രാസസൂത്രം. അടുത്തത്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിൻ്റെ അഥവാ LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതെന്നാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ഓപ്ഷൻ എ പ്രൊപ്പെയിൻ, ഓപ്ഷൻ ബി പെൻറ്റെയിൻ, ഓപ്ഷൻ സി ഹെക്റ്റെയിൻ, ഓപ്ഷൻ ഡി ബ്യൂട്ടെയിൻ. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? പ്രൊപ്പെയിൻ ആണ് കേട്ടോ. പ്രൊപ്പെയിൻ ആണ്. അതുപോലെ ബ്യൂട്ടെയിനും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ LPGയിൽ. അപ്പോൾ പ്രൊപ്പെയിൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുഖ്യ ഘടകമായിട്ട് നമ്മൾ ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൽ ഉപയോഗിക്കുന്നത്. അടുത്തത്, ആസിഡുകളുടെ പൊതുഘടകം ഏതാണ്? ആസിഡ്, ആൽക്കലി എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അതുപോലെ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന ആസിഡുകളുടെ പൊതുഘടകം താഴെ പറയുന്നവയിൽ ഏതാണ്? നൈട്രജൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, സൾഫർ. ഇതിൽ ഹൈഡ്രജനാണ് നമ്മുടെ ആസിഡുകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്.